നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് വഴി വന്ന വളരെയധികം ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമ്മുടെ ഗാലറിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകും. ഇങ്ങനെ സ്റ്റോറേജ് നമ്മുടെ തീർന്നു പോകുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നിന്നും ഇങ്ങനെ നമ്മുടെ ഫോണിൽ വന്നു കിടക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളെ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയുന്ന വാട്സപ്പിലെ ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അടുത്തായി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ കാണാം 100 ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്സ്, ജിപ്സ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ്, സ്റ്റിക്കേഴ്സ്, പോൾസ് എന്നുള്ള നിരവധി ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഞാനിവിടെ ജസ്റ്റ് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ വാട്സപ്പ് വഴി നമുക്ക് പല ഗ്രൂപ്പുകളിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വഴി അയച്ച എല്ലാ ഫോട്ടോസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ ഫോട്ടോസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ബാക്ക് പോയതിന് ശേഷം വീണ്ടും സെർച്ച് ബാറിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഇതിൽ ആവശ്യമുള്ളതും നമുക്കുണ്ടാവും, ആവശ്യമില്ലാത്തതും കുറേ ഗ്രൂപ്പുകളിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സുകളിൽ നിന്നൊക്കെ അയച്ച കുറേയധികം വീഡിയോസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് വീണ്ടും ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളിവിടെ വീഡിയോസ് മാറി ലിങ്ക്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്സ് വഴിയുള്ളത് കാണാം. അതിനുശേഷം വീണ്ടും നമുക്ക് ജിപ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിപ്സിൻ്റെ ഓരോ ഫോട്ടോസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് പലതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം നമുക്കിവിടെ മാറ്റാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫയലുകൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോയതിന് ശേഷം നമുക്ക് ആ 3 ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ തന്നെ മാനേജ് സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. മാനേജ് സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും താഴേക്ക് വരാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഭാഗം കാണാം. ഇതുവഴി നമുക്ക് ഗ്രൂപ്പുകളിൽ നിന്നും നമ്മളുടെ ഫ്രണ്ട്സിൽ നിന്നും നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നുമൊക്കെ വന്ന എല്ലാ മെസ്സേജുകളുടെ കറക്റ്റായിട്ട് എത്ര ഇപ്പോൾ ഗ്രൂപ്പുകളിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ GB കണക്കിനുണ്ടാവും. ഒരാൾ വ്യക്തിക്ക് അയക്കണമെങ്കിൽ നമുക്കത് MB കണക്കായിട്ടായിരിക്കും കണക്കാക്കുക. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഈ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ PDF ഫയൽ എത്ര വന്നിട്ടുണ്ട്, എത്ര വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, എത്ര ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് നമുക്കിവിടെ ഓരോ ഫയലുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് പഴയതൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പഴയ ഫയലുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ആ 3 ലൈനിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ന്യൂവസ്റ്റ്, ഓൾഡസ്റ്റ്, ലാർജസ്റ്റ്. ഇപ്പോൾ ലാർജസ്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെയധികം വലിയ ഫയലുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ലാർജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ലാർജസ്റ്റ് അനുസരിച്ചുള്ള ടൈം നമുക്ക് കാണാം. ന്യൂവസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായി വന്നിട്ടുള്ള എല്ലാ ഫയലുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ ഓൾഡസ്റ്റും ഉണ്ട്. ഓൾഡസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പഴയതായിട്ടുള്ള ഫയലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടാവും. അതൊക്കെ നമുക്കിവിടെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓൾഡസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പോണോണ്ട് കുഴപ്പമില്ല. ഓൾഡസ്റ്റ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് വേണ്ട ഓൾഡസ്റ്റ് വേണ്ട, നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്തത് ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് എനി കോപ്പീസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് നമുക്കിവിടെ ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്പെട്ട ഒരു സെറ്റിങ്സാണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ഉപകാരം നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതുവഴി പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.